നിങ്ങൾ പുറമേ ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും അകം സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്നുണ്ടാകാം. നിങ്ങളുടെ സങ്കടവും നിങ്ങളുടെ വേദനയും ആരും അറിയരുതെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ ചിരി അഭിനയിച്ച് നടക്കുന്നവരാകാം. പക്ഷെ ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഇന്ന് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിനകത്തെ സങ്കടങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട്. ആ സങ്കടത്തിന്റെ യാചനകൾക്ക് മറുപടി നൽകി തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഹന്ന ഒരു നേർച്ച നേർന്നു. അടിയന്റെ സങ്കടം നോക്കി ഒരു പുരുഷപ്രജയെ തന്നാൽ ഞാൻ ജീവപര്യന്തം അവനെ യഹോവയ്ക്ക് കൊടുക്കും. അടിയന്റെ സങ്കടം നോക്കി, ആമേൻ. ആ സങ്കടം പുറമെ ആർക്കും മനസ്സിലായില്ല, ഹന്നയുടെ സങ്കടം. പക്ഷേ സങ്കടം നോക്കി ഒരു തലമുറയെ നൽകിയ ഞാൻ യഹോവയ്ക്ക് കൊടുക്കും. എൻ്റെ സങ്കടം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. തീർച്ചയായും അവളുടെ സങ്കടം ദൈവം കാണുകയും അവൾക്കൊരു പുരുഷപ്രജയെ ദൈവം ദാനമായി ശമൂവേലിന് നൽകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ 5-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-2 വാക്കുകൾ, യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടുള്ള ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. ദൈവത്തിന്റെ ഭക്തനായ ദാവീദിന്റെ പ്രാർത്ഥനയാണ് എൻ്റെ സങ്കട യാചന. നിങ്ങളുടെ സങ്കടത്തിന്റെ പ്രാർത്ഥനകൾ, സങ്കടത്തിന്റെ യാചനകൾ ദൈവത്തിന്റെ അടുക്കലെത്തും. ഹല്ലേലൂയ, ആമേൻ. ആരും നിങ്ങളുടെ സങ്കടം കേൾക്കാനില്ലെങ്കിലും, ആർക്കും നിങ്ങളോട് അതിനകത്ത് മനസ്സിൽ തോന്നാനില്ലെങ്കിലും, ദൈവം നിങ്ങളുടെ സങ്കടത്തെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ ദാസനായ യോസേഫ് വളരെ ഭക്തനായി ജീവിച്ച മനുഷ്യനാണ്. എന്നാൽ ഒരുപാട് സങ്കടങ്ങൾ തിങ്ങി നിറഞ്ഞൊരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിലെ സഹോദരന്മാരാൽ ആക്ഷേപിക്കപ്പെടുകയും പൊട്ടക്കടലിലേക്ക് എറിയപ്പെടുകയും പിൽക്കാലത്ത് ഒരടിമയെ പോലെ അടിമ ചന്തയെ കൊണ്ടുവന്ന് അടിമയായിട്ട് വിൽക്കുകയും ശേഷം ഒരു വീട്ടുജോലിക്കാരനായി ഒരു വീട്ടിലാക്കുകയും ഒടുവിൽ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അപമാനിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും പിന്നീട് ജയിലിലാക്കപ്പെടുകയും ഒക്കെ ചെയ്ത് കാലങ്ങളായി ജയിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അവൻ ഒരുപാട് സങ്കടങ്ങൾ തിങ്ങി നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്നാൽ ദൈവം അവന്റെ സങ്കടത്തെ മാറ്റിയത് അവന് ഈജിപ്തിലെ മന്ത്രിയാക്കി ദൈവം അവന് സ്ഥാനക്കയറ്റം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ വിവാഹവും അതോടൊപ്പം നടന്ന് ഒരു തലമുറയെ കിട്ടിയപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 41-ാമത്തെ അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സങ്കടദേശത്ത് യഹോവ എന്നെ, ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് മകൻ എഫ്രൈം എന്ന പേരിടുകയാണ്. സങ്കടദേശത്ത് യഹോവ എന്നെ വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ. സങ്കടദേശം, നിങ്ങൾക്ക് സങ്കടം നൽകിയ കുറെ സാഹചര്യങ്ങൾ കാണുമായിരിക്കും. ചില പ്രത്യേക പട്ടണങ്ങളും ദേശങ്ങളും കാണുമായിരിക്കും, ചില കുടുംബങ്ങൾ കാണുമായിരിക്കും. നിങ്ങൾക്ക് സങ്കടം അവിടെ ഓർക്കുമ്പോൾ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സ്ഥലം ഓർക്കുമ്പോൾ, ആ കാലം ഓർക്കുമ്പോൾ സങ്കടത്തിന്റെ കാലമാണ്. പക്ഷെ ആ കാലത്തെ ദൈവം മാറ്റി എഴുതാൻ പോകുക, അല്ലെങ്കിൽ ആ കാലത്തെ തിരുത്താൻ പോകുക. സങ്കടദേശത്തെ അതിന് നടുവിൽ ദൈവം വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് വർദ്ധനവിന്റെ, നന്മയുടെ, സമൃദ്ധിയുടെ ഒരു സ്ഥലമാക്കി ദൈവം മാറ്റാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. ഇനി ദൈവത്തിന്റെ ദാസനായ ദാവീദ് ഒരുപാട് സങ്കടപ്പെടാറുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരുപാട് ആ സങ്കടങ്ങളും വേദനകളും ഒക്കെ ആണല്ലോ അദ്ദേഹത്തെ സങ്കീർത്തനം എഴുതാൻ പ്രേരിപ്പിച്ചതും ദൈവത്തിന്റെ ഹൃദയത്തെ കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞതൊക്കെ. 2 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ശിമെയി ദാവീദിനെ അപമാനിക്കുകയാണ്. അവനിപ്പോൾ ദൈവഭക്തനായി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറി. മോന് അപ്പനോട് യുദ്ധത്തിന് വന്നപ്പോൾ അപ്പനങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. അബ്ശാലോമിനോട് ദാവീദ് ഒഴിഞ്ഞു മാറുകയാണ്. വീട്ടിലായിട്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, സ്വന്തം മോനല്ലേ ഇപ്പൊ എതിർത്ത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഒഴിഞ്ഞു മാറിയ സമയത്ത് അത് മുതലാക്കി ശിമെയി കളിയാക്കുകയാണ്. രക്തപാതക, നീജ, നീ പോ, നിന്നെ ദൈവം ശിക്ഷിച്ചതാ, ശൗൽഗ്രഹത്തിന്റെ ശാപം നിന്റെ മേൽ വന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂയി വാരി എറിയുകയാണ് രാജാവായിരിക്കുന്ന ദാവീദിനെ. പക്ഷേ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ശിമെയി ശപിക്കുന്നെങ്കിൽ ശപിച്ചോട്ടെ, യഹോവ അവന് കൽപ്പിച്ചിരിക്കുന്നു അവൻ ശപിക്കട്ടെ. പക്ഷെ ഇന്നത്തെ എൻ്റെ സങ്കടം നോക്കി വലിയ സങ്കടമാണ്. ഞാൻ അകാരണമായി ഈ സങ്കടം സഹിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളാണ്, എൻ്റെ മോൻ എനിക്കെതിരായി മാറി, സങ്കടങ്ങളാണ്. നോക്കിക്കേ, ഏതെല്ലാം മേഖലയിൽ തൻ്റെ അമ്മായിപ്പനെതിരെ, ഭാര്യ എതിരായി മാറി,
തൻ്റെ സേനാനായകനായ യോവാബ് മാറിക്കളഞ്ഞു, സ്വന്തം മകനെതിരായി മാറിയിരിക്കുന്നു. അപ്പൊ സങ്കടം നോക്കി ഇന്നത്തെ ശാപത്തിന് പകരം ദൈവം എനിക്ക് അനുഗ്രഹം തരും. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റി, സങ്കടങ്ങളെ നോക്കി അനേകരുടെ ശാപങ്ങളുടെയും ദുർവർത്തമാനങ്ങളുടെയും ആ വാക്കിനെ ദൈവം മാറ്റി നിങ്ങൾക്ക് അനുഗ്രഹം തന്നിരിക്കും. ഹല്ലേലൂയ. ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, സങ്കടങ്ങളെ കാണുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 29-32 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ലേയ പറയാണ്, ലേയ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു എന്ന് പറഞ്ഞവൻ രൂപേൻ, എന്റെ ഭർത്താവ് ഇപ്പൊ എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രൂപൻ എന്ന് പേരിടുകയാണ്. ഹല്ലേലൂയ. സങ്കടം കണ്ടു. ആമേ. സങ്കടം കണ്ടു. അത് നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ആരും കാണുന്നില്ല. കുറെ കാലത്തേക്കൊക്കെ ദൈവം പോലും കാണുന്നില്ല ചിന്തിക്കും. പക്ഷെ ദൈവം കാണുന്നുണ്ട്. സങ്കടം കാണുന്ന ദൈവം തക്ക സമയത്ത് വിടുവിക്കുവാനായി ഇറങ്ങി വരും. സങ്കടത്തെ ആനന്ദമാക്കി ദൈവം മാറ്റുവാനിടയാകും. ആമേൻ. ആ സങ്കടത്തിന് സമയത്ത് അവൻ കൈവിടത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല. അപ്പോസ്തലപ്രവൃത്തി 7-10 വാക്യത്തിൽ ഗോത്രപിതാക്കന്മാർ യോസേഫിനെ അസൂയപ്പെട്ട് അവനെ വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. യോസേഫിനെ കുറിച്ച് എന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാ കേട്ടോ. യോസേഫിനെ കുറിച്ച് പറയുകയാണ് സ്തെഫാനസിന്റെ പ്രസംഗത്തിൽ നിന്ന്. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ട് അവനെ വിറ്റുകളഞ്ഞു. പക്ഷേ ദൈവം അവനോട് കൂടെ ഇരുന്നു സകല സങ്കടങ്ങളിൽ നിന്നും. കാലങ്ങളായി അനുഭവിച്ച സങ്കടങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ട കാലങ്ങളായിട്ട് സങ്കടം പേര് നടക്കുന്നവരായിരിക്കും. ആ സങ്കടത്തിന് പരിഹാരം വരാത്ത കാലങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. പക്ഷേ ആ കാലങ്ങളെ നേരിടുന്ന ആ സങ്കടങ്ങളെന്നും സകല സങ്കടങ്ങളെന്നും വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് ഈ ദൂത് നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. സങ്കടങ്ങളെയും വേദനകളെയും അറിയുന്നൊരു ദൈവം. മുറിവേറ്റ ഹൃദയത്തെ മുറികെട്ടുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. സകല സങ്കടങ്ങളിൽ നിന്നും സങ്കടയാചനകൾ കേട്ട് വിടുവിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യേശു കണ്ണുനീർ വാർക്കുന്നൊക്കെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കരച്ചിൽ അവരുടെ സങ്കടം കാണുമ്പോഴാണ്. സങ്കടപ്പെട്ട് കരയുന്നവർ, ദുഃഖിക്കുന്നവരെ കാണുമ്പോൾ കർത്താവ് അവരുടെ അടുക്കിലേക്ക് വന്നവരെ ആശ്വസിപ്പിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, പ്രത്യേകിച്ച് രാത്രി ഇന്ത്യൻ സമയം 10 മുതൽ 11 വരെ 1 മണിക്കൂർ വിടുതൽ ശുശ്രൂഷ അടക്കുകയാണ്. അപ്പോൾ അതിന് ശുശ്രൂഷയും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ദൂതുകളൊക്കെ കൈമാറുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 10 മുതൽ 11 വരെ നിങ്ങൾ ആ മീറ്റിംഗ് 1 മണിക്കൂറത്തെ വർഷിപ്പാണ്. മെസ്സേജ് ഉണ്ട്, പ്രത്യേകിച്ചുള്ള ദൂതുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണം. സൂമിലൂടെയാണ്. അതിൻ്റെ ഐഡിയും പാസ്വേഡും ലിങ്കൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വലിയ കാര്യം. ഈ ദിവസം അനവധി പേര് ആ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നു, വിടുതൽ പ്രാപിക്കുന്നു. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കാലങ്ങളായുള്ള ഞങ്ങളുടെ സങ്കടത്തിന്റെ യാചന, ഞരക്കങ്ങളെ, സകല സങ്കടങ്ങളെ ഒക്കെ അവിടുന്ന് കാണുന്നു. ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് സങ്കടങ്ങൾക്ക് അറുതി വരുത്തി സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദിവസമായിരിക്കുകയാണ്. സ്തോത്രം. അതിന്റെ കാലത്തിലേക്ക് ദൈവം തിരിക്കുന്നതിനായി സ്തോത്രം. സങ്കടങ്ങൾ ആനന്ദത്തിലേക്ക് വഴിമാറട്ടെ കർത്താവേ. സങ്കടങ്ങളിൽ നിന്ന് വർധനവിലേക്ക് വഴിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. സങ്കടങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ മറുപടികൾ കാണുവാനിടയായി തീരട്ടെ. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യണം. ഹന്നയെ ഓർത്ത്, സങ്കടത്തെ ഓർത്ത് മറുപടി നൽകിയതുപോലെ ദൈവത്തിന്റെ മറുപടി നിന്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് അങ്ങേക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് ദൈവം വെച്ചാൽ കൂടാം. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.